എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാതം കണ്ട എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ടെറസിൽ വന്നിരുന്ന് ഇങ്ങനെ ആസ്വദിച്ചിരിക്കും കേട്ടോ. അപ്പം സലു പറഞ്ഞ് ഇന്ന് പള്ളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒന്ന് റെഡിയായി നിന്ന് പുറത്തു പോവാന്ന്. ഹായ് ടാറ്റ പറ. തൊപ്പി എവിടെ? തൊപ്പി നമ്മളുടെ ക്യാപ്പ് എവിടെ? സനമത്തിന്റെ ക്യാപ്പ് എവിടെ? ക്യാപ്പ് കേട്ടാ. നല്ല ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാം. അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ റെഡിയായി നിന്നോണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അറിഞ്ഞൂടെ, കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുള്ളപ്പം എങ്ങനെ ആയാലും ഒരുങ്ങി ഇറങ്ങുമ്പോഴേക്ക് ഇച്ചിരി ലേറ്റായിട്ടുണ്ടായിരുന്നു. സിൻസാർക്ക് ഇവിടെ സ്ഥലത്തില്ല കേട്ടാ. അപ്പം സലു എടുത്തു പറഞ്ഞ് വെയിൽ വരുന്നതിന് മുന്നേ തന്നെ ഇറങ്ങണം, എങ്കിലേ നല്ല ഭംഗിയും കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് പോണത്. അറിയുന്നവരുണ്ടെങ്കിൽ, അതായത് ആ സ്ഥലം ഊഹിച്ച് ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടാ. അങ്ങനെ ഇപ്പോൾ ദാ നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പം ശരിയാണ്, നമ്മളൊരു യാത്രയൊക്കെ പോകുമ്പോഴേക്ക് ഇത് വെളുപ്പിനെ പോകുമ്പം അതൊരു പ്രത്യേക സുഖം തന്നെയല്ലേ. നിങ്ങൾക്ക് അങ്ങനെ വെളുപ്പിനെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? എനിക്ക് ഇങ്ങനെ വെളുപ്പിന് യാത്ര ചെയ്യാനാണ് ഇഷ്ടം കേട്ടാ. അതായത് ആ സൂര്യൻ ഉദിച്ചു വരുന്നത് നമ്മളുടെ യാത്രക്കിടയിലായിരിക്കണം. അപ്പോൾ എന്ത് രസമാണ്, അടിപൊളിയല്ലേ. രാവിലെയുള്ള ആകാശവും ആ പച്ചപ്പും. എന്താ മോളെ കണ്ട? വാവ്. ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് നമ്മൾ അറിയാതെ തന്നെ ഒരേ കോമ്പിനേഷൻ ആവുന്നല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയപ്പോ ഒരു പിങ്ക്. ഇന്നിപ്പോ ഞാന് ഇറങ്ങുന്നതിന് മുൻപ് കുറച്ച് തുണി വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് അത് വിരിച്ചിട്ട് വരാം. വെയില് കണ്ടല്ലോ, ഇന്നലെ രാത്രിയൊക്കെ മഴയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുകളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഇവര് ഡ്രസ്സ് ചെയ്ത് നിൽക്കണേ. ഞാൻ ഈ ഡ്രസ്സ് ചെയ്തിട്ടാണ് ഞാൻ തുണി വിരിക്കാനായിട്ട്. ഞാൻ അന്തം വിട്ടുപോയി, അവളും അന്തം വിട്ടുപോയി. കാരണം എന്ന് പറഞ്ഞാ എല്ലാവരും യെല്ലോ. ചക്രവർത്തി സിറ്റി 2-3 കിലോമീറ്റർ മാറിയപ്പോഴത്തേക്ക് നാട്ടും പ്രദേശവും കാടൊക്കെ കറക്റ്റ് സിറ്റിയുടെ നടുക്കാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് പറയില്ല, സീക്രട്ട്. അവിടെ നിന്ന് കയറി ഇങ്ങ് വന്ന് വണ്ണം ഫ്രണ്ടിലോട്ട് വിളിക്കുന്നത് നോക്കിയെടുത്തില്ലെങ്കിൽ സനമത്തെ. ആ ഇവിടെ തന്നെയല്ലേ അന്ന് നമ്മള് വന്നത് അല്ലേ? അന്ന് നമ്മള് വന്നപ്പോഴും ഇതുപോലെ ആമ്പൽ ഉണ്ടായിരുന്നല്ലേ. ഇപ്പൊ ഇല്ല. അന്ന് ഫുൾ ആമ്പല്. പിന്നെ ഇവിടെ ഇടയ്ക്ക് വെച്ച് ഫുൾ സൂര്യകാന്തി ഉണ്ടായിരുന്നു. വേറെ ഇതെന്താ അറിയോ, പണ്ട് സൽമാൻ ഇവിടെ സൈക്കിൾ ചവിട്ടി വരുമായിരുന്നു അല്ലേ? നമ്മുടെ അവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, നീ സൈക്കിള് ചവിട്ടി ഇവിടെ നിന്ന് കുറെ ചീരയൊക്കെ വാങ്ങിച്ചോണ്ട് ഓർക്കണം. നമ്മള് വ്ളോഗ് ചെയ്തിട്ടുമുണ്ട് അത്. ശരിക്കും ഇവിടെ ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് മതി വരുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ സനമോളും കൂടി, സനമോളെ എവിടെയൊക്കെ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കണേ. പിന്നെ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെയിലുള്ളപ്പം തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഞാൻ ക്യാപ്പ് വെച്ച് കൊടുത്തിട്ട് മോളെ അങ്ങോട്ട് വയ്ക്കുന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ സലു പറഞ്ഞ് ഇനിയിപ്പോൾ താമസിക്കുമ്പോൾ നല്ല വെയിലാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഇനിയിപ്പം തിരിച്ചു പോവാന്ന് കരുതിയിട്ട് അപ്പോൾ റിവേഴ്സിലാണ് കാർ എടുക്കാൻ പറ്റത്തുള്ളൂ. കണ്ടില്ലേ, ഇത്രയുള്ള സ്പേസേ ഉള്ളൂ. അവിടത്തെ നോക്കിക്കാൻ വള്ളം കിടക്കുന്നത്, ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടേ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അതാ കണ്ട താറാവിൻകൂട്ടം ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ താമരയിലയാണെന്ന് തോന്നുന്നേ ചുറ്റിച്ചു വെച്ചിരിക്കുന്നത്. കണ്ട, ഇതൊക്കെ എന്ത് രസമുണ്ടല്ലേ കാണാനായിട്ട്. താമരയിലയാണോ? താമരയില എന്നു തോന്നുന്നു. പിന്നെ നമ്മൾ കാറിൽ വരുന്ന വഴി കാണുമ്പോഴേക്ക് ഈ വാഴത്തോട്ടത്തിന്റെ അപ്പുറത്ത് മറ്റേ ചീരകൃഷി ഉണ്ടല്ലോ, അതാണ്. എനിക്കതങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ചുവന്ന ചീരയായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അങ്ങനെ കൂടുതൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് സലു പറഞ്ഞ് നമുക്ക് ഇതിൻ്റെ മറ്റേ വശത്തേക്ക് ഉമ്മയെ ഞാൻ കൊണ്ടുപോകാമെന്നാണ്.
അപ്പൊ ഇവര് ഇതിന് മുൻപ് ഈ സ്ഥലത്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാനും ഇപ്പൊ നമ്മൾ ആദ്യം പോയില്ലേ ആ സ്ഥലത്താണ് അന്ന് നമ്മളെല്ലാരും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനിയിപ്പോ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല ഞാൻ വന്നിട്ടുള്ളതാണെന്ന്. എന്തായാലും പോണ വഴിയിൽ കാഴ്ചകൾ കാണാൻ ഇതൊക്കെ ആസ്വദിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ ഇവിടെ വരുമ്പോഴേക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ് തോന്നുന്നത്. സ്ഥലമുണ്ടല്ലേ ആ ഏരിയയിൽ ആരും ഇല്ല. കഴിഞ്ഞ ആ ഏരിയയിലായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു. അവിടെയൊക്കെ ദേ മഞ്ഞ് അല്ല ഈ മഞ്ഞ് പോലെ അവരുണ്ടാക്കുകയാണേ. കുന്തിരിക്കം വെച്ച് പുകച്ചിട്ടേ ആ പുക വന്നിട്ട് മിസ്റ്റ് പോലെ ഉണ്ടാക്കി ഫോട്ടോഷൂട്ടോ വീഡിയോ ഷൂട്ടൊക്കെ നടത്തുകയാണ്. ഇവിടെ സീരിയൽ ഷൂട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ സീരിയൽ ഷൂട്ട് നടക്കുന്ന കാരണം വണ്ടി ഇതേ മാറ്റിക്കൊണ്ടിടണം. ഈ 2 സഞ്ചിയുണ്ട് ഇങ്ങനെ പൊങ്ങിടിക്കുന്ന സഞ്ചി, അങ്ങോട്ടുള്ള സഞ്ചിയുണ്ട്. അതെല്ലാം വെള്ളത്തിൽ മുങ്ങി കിടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം. എന്താ പ്രീ വെഡിങ് ഷൂട്ട് എങ്ങാണ്ടാണ്. നമ്മുടെ ശലീന് അവിടെ കാറ് ശരിക്കും പാർക്കിംഗ് കിട്ടാത്തത് കൊണ്ട് അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ല കേട്ടോ. ഹായ് സനു, സനിക്കുട്ടി എന്താണ്? എന്തായാലും നല്ല അടിപൊളി പ്ലേസ് കേട്ടോ. കുറച്ച് സ്ഥലമാണ് ഇതാ ഇങ്ങനെ ഈ തെങ്ങ് ഇങ്ങനെ കിടപ്പുണ്ടായില്ല. ഞാൻ ഇരിക്കുമ്പോൾ സലു പറയുന്നുണ്ട് അവസാനം ഒടിഞ്ഞ് എല്ലാവരും കൂടി അങ്ങ് താഴെ പോരുതെന്ന്. ഞാൻ പറഞ്ഞു എന്നാലും വലിയ താഴ്ചയൊന്നും ഇല്ലല്ലോ, ആ ഇരുന്ന സ്ഥലത്ത് അത്ര താഴ്ചയില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫോട്ടോ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്, കല്യാണത്തിൻ്റെതും അതുപോലെ തന്നെ സീരിയലിൻ്റെത് ഒരു വശത്ത്. അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ല ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ കാണാൻ രസമുണ്ട്. പിന്നെ ഇവരുടെ ഷൂട്ട് കണ്ടുകൊണ്ടിരിക്കാൻ അതിലേറെ രസം. ഞാൻ ഇങ്ങനെയൊക്കെ ആസ്വദിക്കുന്ന ഒരു കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ ആ ഷൂട്ടിങ്ങിൻ്റെ ആൾക്കാരാണ് ഇതാ അവിടെ നിൽക്കുന്നതൊക്കെ. അപ്പം നമ്മളുടെ കാറ് അങ്ങാണ് ഇട്ടിരിക്കുന്നത്, ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അപ്പം നമ്മളിവിടെ നിന്ന് നടന്ന് വേണം ഇനി അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അപ്പം ഇതാണ് ആ കാഴ്ച കാണുന്ന ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ പണ്ടൊക്കെ സിനിമകളിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു സ്ഥലം, അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ സലു പറഞ്ഞ് രാവിലെ ആയിരുന്നു എങ്കിൽ നല്ല ചീരയൊക്കെ വാങ്ങിച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ട് പോകാമായിരുന്നു. കാരണം രാവിലെ എല്ലാവരും ഇങ്ങനെ ഇവിടെ സെയിൽ ചെയ്യും കേട്ടോ. അതിന് പ്രത്യേക സ്ഥലം തന്നെയുണ്ട്. സലൂന് അതൊക്കെ അറിയാം കേട്ടോ. അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നേ. നമ്മുടെ നാട്ടിൽ തന്നെ ഇതാ കണ്ടില്ലേ എത്ര മനോഹരമായുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോഴും ഞാൻ ഓർക്കും കേട്ടോ. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എത്ര നല്ല ഭംഗിയായിട്ട് അവർ സൂക്ഷിക്കും അല്ലേ. അതായത് ആൾക്കാർക്ക് ടൂറിസ്റ്റിനൊക്കെ വന്ന് കാണാൻ പാകത്തിന് അതൊക്കെ റെഡിയാക്കി എടുക്കും. ഇതൊക്കെ ഇനി ഓരോരുത്തരുടെ പ്രോപ്പർട്ടി ആണോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് പറഞ്ഞത്. എന്നാലും ഇവിടെ ഇതൊക്കെ കണ്ടില്ലേ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ടൊന്നും ഇറങ്ങിയിരിക്കാനും ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെയിൽ വരുന്നതിന് മുൻപ് ഇവിടെ വരണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണേ. പോലെ മുടിയൊക്കെ ഉണ്ട്.
ആ അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം വേറെ കാര്യങ്ങളൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് തന്നെ പോകണം. കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടല്ല ഇറങ്ങിയത്, അതിന് മുൻപ് ഇറങ്ങിയതല്ലേ. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. പോകുന്ന വഴിയിൽ തന്നെ ഈ ജമന്തി പൂക്കൾ തന്നെ പല കളറിൽ, മഞ്ഞ, ഓറഞ്ച്, ഇതൊക്കെ ഇങ്ങനെ ഈ പാടങ്ങളിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, അടിപൊളിയെന്ന് തന്നെ പറയാം കേട്ടോ. കണ്ടിട്ടും മതി വരുന്നില്ലായിരുന്നേ. പിന്നെ വീട്ടിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, പുട്ടാണ് കഴിച്ചത് കേട്ടോ. അതുകൊണ്ട് പിന്നെ അതൊന്ന് വീഡിയോ എടുക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിസാറിക്കാടെ കുറച്ച് ഷർട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ മുക്കി വെച്ചിട്ടാണ് പോയിരുന്നത്. അപ്പോൾ അതൊന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചിട്ട് അത് ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. കാരണം നിസാറിക്കാൻ്റെ ഡ്രസ്സ് ഷർട്ടുകളൊന്നും വാഷിംഗ് മെഷീനിൽ ഇടുന്നത് നിസാറിക്കാക്ക് ഇഷ്ടമില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഷർട്ടൊക്കെ വാഷിംഗ് മെഷീനിലാണ് നിങ്ങളുടെ വീട്ടിലിടുന്നത്, അതേ ഇതുപോലെ കൈ കൊണ്ട് അങ്ങ് നനച്ചെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ നിസാറിക്കയെ സംബന്ധിച്ച് ഷർട്ടിലൊന്നും അഴുക്കാവുന്നില്ല, വേർപ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് കോളറിലും ആ ഒരു കക്ഷത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് പിടിച്ച് കഴുകണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതാ ഇങ്ങനെ ഒന്ന് കല്ലിൽ കഴുകിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഞാൻ എൻ്റെ നല്ല സൽവാർ, പുറത്തൊക്കെ ഇടുന്ന സൽവാറൊക്കെ ആണെങ്കിൽ ഞാൻ ഇതുപോലെ കഴുകിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പം നമ്മൾ വീടൊക്കെ വയ്ക്കുമ്പം ഞാൻ വെക്കുന്ന ആ സമയത്തെ നിസാറിക്കടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിലൊരു തുണി നനയ്ക്കുന്ന കല്ല് വേണം, അതുപോലെ തന്നെ ഒരു അടുപ്പ്, തീ കത്തിക്കുന്ന നമ്മുടെ അടുപ്പില്ലേ, വിറകടുപ്പ്, അതൊരെണ്ണം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ആ ഒരു ഇതിലാണ്, ഉള്ള സ്ഥലത്താണ് ഇതെല്ലാം തട്ടിക്കൂട്ടി ചെയ്തിരിക്കുന്നതെന്ന് തന്നെ പറയാം. പക്ഷേ ഇതെനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ടെറസിലും ഒരു കല്ല് വെച്ചിട്ടുണ്ട്. അപ്പം അവിടെയും ചെന്ന് നിന്ന് നനച്ചിട്ട് വേണമെങ്കിൽ അങ്ങ് വിരിച്ചിടുകയും ചെയ്യാനുള്ള സൗകര്യവും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എത്രയൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിലും നമുക്കൊന്ന് നനയ്ക്കണമെങ്കിൽ അതുപോലെ ഇതുപോലെ എല്ലാ തുണികളും നമ്മളിപ്പോൾ വാഷിംഗ് മെഷീനിൽ എടുത്തിട്ട് എടുക്കത്തും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വീട് വയ്ക്കുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം ഞാൻ പറയുന്നത് ഒരു 5-6 സെൻറ്റിൽ വീടുള്ളവരുടെ കാര്യമാണ്, ഉള്ള സ്ഥലത്ത് ചെയ്യണം എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, എവിടെ എന്തുവാണെങ്കിലും വയ്ക്കാം. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾക്കും ആവശ്യത്തിനപ്പുറമുള്ള സംഗതികൾ നമുക്ക് അവിടെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മളെപ്പോലെയുള്ളവർക്ക് അതൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കല്ലിലൊക്കെ നനച്ചെടുക്കാനായിട്ട്. പണ്ട് മക്കളൊക്കെ സ്കൂളിൽ പോണ സമയത്ത് അവരുടെ യൂണിഫോമൊക്കെ ഞാൻ ഇതുപോലെയാണ് കഴുകിയെടുക്കണത് കേട്ടോ. അപ്പോൾ പിന്നെ നിസാറിക്കയുടെ തുണി മാത്രമേ ഇങ്ങനെ കഴുകാനായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതാ എടുത്ത് കഴുകി നേരെ ടെറസിലേക്ക് തന്നെയാണ് വന്നത് കേട്ടോ. ടെറസിൽ ഫാബിമോൾ കൊണ്ടുവന്ന് വെച്ച് തന്നു കേട്ടോ ഈ തുണികൾ. അപ്പോൾ പിന്നെ നമ്മൾ ഈ നനവോട് കൂടിയിട്ട് തുണി എടുത്തിട്ട് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം, ഇച്ചിരി വെയിറ്റ് ആയിരിക്കുമല്ലോ തുണിക്ക്. അപ്പം എനിക്ക് കൈക്ക് അത്ര ഒരു സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫാബിമോളെടുത്ത് പറഞ്ഞു ഒന്ന് ടെറസിൽ കൊണ്ട് വെച്ചാൽ മോളെ ഞാനൊന്ന് വിരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ വിരിക്കണത് ഞാൻ തന്നെ എല്ലാം ഒന്ന് വിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. ഇപ്പോഴത്തെ നല്ല അത്യാവശ്യം നല്ല വെയിൽ ഉണ്ട്. അപ്പോൾ ആ വെയിൽ കൊള്ളാനൊരു സുഖമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇരുന്ന് വെയിൽ കൊള്ളാനൊക്കെ. ഇന്ന് സിമ്പിളായിട്ടുള്ള ലഞ്ചായിരുന്നേ, അതുകൊണ്ടാണ് അത് ഞാൻ ഷെയർ ചെയ്യാതെ. ഇതിപ്പോൾ കണ്ട നാരങ്ങ കുറച്ച് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. ഇതൊരു സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഈ നാരങ്ങ കഴുകിയെടുത്ത ശേഷം നമുക്കിനിയിപ്പോൾ ഇതൊരു 4 ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 4 8 കട്ട് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇവിടെ നാരങ്ങ അച്ചാറ് ആർക്കാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രം തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ. നിസാറിക്കൊക്കെ അങ്ങനെ നാരങ്ങ അച്ചാറൊന്നും ഇഷ്ടമില്ല. എപ്പോഴെങ്കിലും മാങ്ങ അച്ചാർ ചോദിക്കും കേട്ടോ. ഇവിടെ സുൽത്താനാണെങ്കിലും മാങ്ങ അച്ചാറിൻ്റെ ആളാണ്. അപ്പോൾ ഈ നാരങ്ങയെല്ലാം ഞാൻ കട്ട് ചെയ്തത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. കുക്കർ നാരങ്ങ അച്ചാറാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി എല്ലിയും അതുപോലെ തന്നെ ശർക്കര പൊടിയാണ്. ഇത് നല്ല ക്വാളിറ്റി ശർക്കര പൊടിച്ചത് വാങ്ങിയതാണ് കേട്ടോ. 2 ടേബിൾ സ്പൂണും കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ അത് 2 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കായപ്പൊടി,
പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കേട്ടോ, നാരങ്ങയിൽ നിന്ന് തന്നെ ഊറി വരും, എന്നാലും ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഇനി ഇത് നമുക്കിനിയിപ്പം കുക്കർ മൂടി വെയിറ്റിട്ട ശേഷം ഒരു 6 or 7 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ഈ നാരങ്ങയൊക്കെ വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുക്കർ നാരങ്ങ അച്ചാറാണിത്. അപ്പം ഈ സ്റ്റീമൊക്കെ പോയ ശേഷം ഞാൻ തുറന്നു. ഇത് അത്യാവശ്യം നല്ല കണ്ടില്ലേ, വെള്ളത്തോട് കൂടിയിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പം ഇനിയിപ്പം ഇത് നമ്മൾ ഇതൊന്ന് വേറെ റെഡിയാക്കി എടുക്കുകയെ ഞാൻ കാണിച്ചു തരാം. പാനിലേക്ക് നമുക്ക് നല്ലെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ലെണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ ഉലുവയും ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തു കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് തീ കുറച്ച ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ ഈ പൊടികളൊക്കെ കുക്കറിൽ വേവിച്ചതിൽ ചേർത്തിട്ടുണ്ട്, എന്നാലും അത്യാവശ്യം ഇത്രയും വേണം. ഇനി നമ്മൾക്ക് ഈ വെന്തിരിക്കുന്ന നാരങ്ങ ചാറോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം ഇതൊന്ന് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് അപ്പം കുറച്ച് മധുരം കൂടി വേണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാനേ. പക്ഷെ മധുരിക്കുമോ എന്ന് ചോദിച്ചാൽ മധുരിക്കത്തില്ല, കറക്റ്റ് പരുവായിരിക്കും. കയ്പുണ്ടാവുമോ എന്ന് ചിലർക്ക് തോന്നലുണ്ടാവും, കയ്പൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഇതുപോലെ ഇളക്കി കുറുകി വരുമ്പോഴാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈത്തപ്പഴം ഇഷ്ടമാണെങ്കിൽ ഈത്തപ്പഴവും നമുക്ക് ആ നാരങ്ങ വേവിച്ചില്ലേ ആ സമയത്ത് ഒന്നിൽ നാരങ്ങയുടെ കൂടെ ഇട്ട് വേവിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് വഴറ്റിയില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയ കൂട്ടത്തിൽ ഡേറ്റ്സും കൂടി വഴറ്റിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ മൂടി വെച്ചു. അപ്പം ഇനി ഇത് നല്ല തണുത്ത ശേഷമാണ് നമ്മളിത് ബോട്ടിലേക്ക് മാറ്റുന്നത്. ചൂടോടുകൂടി മാറ്റിയേ ചെയ്യരുത്. ഇപ്പം കണ്ടോ എങ്ങനെയുണ്ട് നാരങ്ങ അച്ചാർ? കണ്ടോ നല്ല കുറുകി. നമ്മൾ സാധാരണ നോർമലായിട്ട് നമ്മൾ അച്ചാറിട്ട് 1 മാസമൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ എടുക്കും ആ ഒരു പരുവത്തിലേക്ക് കിട്ടിയതുണ്ടോ. ഇതിനി 2-3 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയാലും അന്ന് തന്നെ കഴിക്കരുത് കേട്ടോ. രുചി കിട്ടണമെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞ ശേഷം നല്ല ചോറും അതുപോലെ തന്നെ നല്ല തൈരും പിന്നെ ഈ ഒരു നാരങ്ങ അച്ചാറൊക്കെ കൂട്ടി കഴിച്ചു വയ്ക്കുക, അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ വേണ്ട, കഞ്ഞി ഉണ്ടാക്കിയിട്ട് കഞ്ഞിക്കൊപ്പം ഈ ഒരു നാരങ്ങ അച്ചാറും ഇച്ചിരി ചമ്മന്തിയും കൂട്ടിയിട്ട് രണ്ടും എല്ലാം കൂടി കൈകൊണ്ട് തന്നെ കുഴച്ചെടുത്തൊന്ന് കഴിക്കണം. ഓ, വായിൽ വെള്ളം വരുന്നുണ്ടാ. അപ്പം ഞാനിവിടെ 2 ബോട്ടിലാക്കിയിട്ട് ഈ അച്ചാർ അടച്ച് മാറ്റി വെക്കാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നല്ലെണ്ണ തിളപ്പിച്ച് തണുപ്പിച്ച ശേഷം ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുത്താൽ ഇത് കേടാകത്തേ ഇല്ല. അടിപൊളി അച്ചാറാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ. അങ്ങനെ അസ്തമനം കാണാൻ ഞാൻ ടെറസിലേക്ക് വന്നു. ഈ ഒരു കാഴ്ച അടിപൊളിയാണ് കേട്ടോ. നമ്മളുടെ വീട്ടിൽ നിന്ന് അൽഹംദുലില്ലാ പ്രഭാതവും അസ്തമയവും ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഈ ഒരു കാഴ്ച കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇതുപോലെയുള്ള നല്ല നല്ല പൂക്കളൊക്കെ കാണാം. അതൊരു എന്തോ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ കണ്ണിനൊക്കെ എന്തൊരു കുളിർമയാണെന്നറിയാവോ? ഞാൻ പറയണത് ശരിയല്ലേ? പൂ കെട്ടാൻ അറിയുന്ന എത്ര പേരുണ്ട് നോക്കട്ടെ ഫാബി. എന്താ കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ? മണം വരുന്നുണ്ടോ? നല്ല മണം. ഇവിടെ ഞാൻ അങ്ങനെ പറിക്കാറില്ല കേട്ടാ. കാരണം എനിക്ക് പൂ കെട്ടാൻ അറിയത്തില്ല. ഫാബിക്ക് അറിയോ? നോക്കട്ടെ, പൂ കാണിര്. കണ്ട, അടിപൊളി. അപ്പോൾ രാവിലെ തന്നെ സനമോളെ ഒന്ന് ഒരുക്കി ഞങ്ങളൊന്ന് പോവാണേ. ഇന്ന് ഒക്ടോബർ 12 പൾസ് പോളിയോ ദിനമാണ്. 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പോളിയോ എടുക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ കുഞ്ഞിന് വേണ്ട പോളിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളതാണെങ്കിലും
ഈ ഒരു ദിവസം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇവരിത് കൊടുക്കുന്നുണ്ട്. അപ്പം പല സ്ഥലങ്ങളിൽ അവരിയ്ക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ എടുത്ത ഒരു ജ്വല്ലറിയുടെ ഫ്രണ്ടിലുണ്ട്, പിന്നെ ഇന്ദിരാനഗർ അസോസിയേഷൻ്റെ അകത്തുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച് നമുക്കിവിടെ അടുത്ത് പേരൂർക്കട ഹോസ്പിറ്റലാണ്. അപ്പം 8 മണി മുതൽ 5 മണി വരെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 8 മണി ആ സമയത്താണ് ഇവിടെ എത്തിയപ്പോഴേക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 1-2 പേര് ഇത് കഴിഞ്ഞ് പോകുന്നതാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ സനമോള കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ നന്നായിട്ട് അറിയാം, കാരണം അവളുടെ പലതിനും വരുന്നത് ഇങ്ങോട്ടേക്കാണല്ല. അപ്പം അങ്ങനെ ഒരു തുള്ളിമരുന്ന് വായിലേക്ക് വെച്ചു കൊടുത്തതും ആളൊരൊറ്റ അങ്ങ് കരച്ചിൽ കേട്ടോ. അവൾ വിചാരിച്ച് ഇഞ്ചക്ഷൻ എങ്ങാണ്ടാണ് വരുന്നതെന്നുള്ള ആ ഒരു പേടിച്ചിട്ടാണ് കരഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോൾ കരയുന്നത്, ഒന്നും ചെയ്തില്ലല്ലോ എന്ന്. അപ്പോൾ അവൾ പെട്ടെന്ന് ഇവരെയൊക്കെ കണ്ട്, സാധാരണ ഇവിടെ വരുമ്പോൾ ഇഞ്ചക്ഷനും കാര്യമൊക്കെ എടുക്കണതല്ലേ, അതുകൊണ്ടാണ് അങ്ങ് പേടിച്ചു പോയതേ. പിന്നെ അവൾ തന്നെ സത്യം പറഞ്ഞ് അങ്ങ് ചമ്മിപ്പോയി എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്ക് 1-2 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു, അടുത്ത് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. രസം അതല്ലേ, ഇത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നതും ആളിനെ തറയിൽ നിർത്തണം. തറയിൽ നിർത്തുമ്പോഴേക്കുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ഓടിയെത്തുന്നതിന് മുൻപ് അവളങ്ങ് ഓടുകയാണ് ചെയ്യണത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇത്, കയ്യിൽ നിന്ന് വിടാൻ നിവർത്തി ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിൽ 5 വയസ്സിന് താഴെയുള്ള മക്കൾക്കൊക്കെ പോളിയോ എടുത്തായിരുന്നോ, എല്ലാം അറിയിക്കുക കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.